കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം. ഇളയാവൂർ സൗത്തിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീജ മഠത്തിലിനെതിരെയാണ് പരാതി. പണം വാഗ്ദാനം ചെയ്ത് CPM-നെ സമീപിച്ച സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ ഓഫീസിൽ വന്ന് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എന്ത് വേണ്ടിക്കും നമ്മൾ ചെയ്യാൻ ഓഫർ പറഞ്ഞുകൊണ്ട് ഈ സീറ്റിന് വേണ്ടിയിട്ട് ഈ ശ്രീജ മഠത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ CPM പ്രദേശത്തുകാരിയായ പാർട്ടി പ്രവർത്തകയെ സ്ഥാനാർത്ഥിയാക്കി. ഇതിന് പിന്നാലെയാണ് ശ്രീജ മഠത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത്. ഇത് ലക്ഷങ്ങൾ നൽകിയാണെന്നാണ് ആരോപണം. അത് പണം കൊടുത്ത് പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും, അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും സംശയിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിട്ട്, അതായത് പേയ്മെൻറ്റ് സീറ്റാണ് ഇവിടെ. കാരണം ഈ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥിയല്ല, മറ്റൊന്ന് കോൺഗ്രസുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ UDF-ന്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തക സജിമ, കോൺഗ്രസ് പ്രവർത്തകരായ K. ശോഭന, KP ബീന എന്നിവരെ പിന്തള്ളിയാണ് ശ്രീജ മഠത്തിൽ സ്ഥാനാർത്ഥിയായത്. KP ബീന പത്രിക സമർപ്പിച്ചപ്പോൾ DCC ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. ശോഭന തൊട്ടടുത്ത വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുമായി. ശ്രീജയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. DCC-യുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവും പറഞ്ഞു. അപ്പോൾ അവർ ഒരുപാട് സ്കൂളുകളും മറ്റ് ബ്ലേഡ് അത് എല്ലാം നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വത്സൽ മഠത്തിൽ എന്ന് പറയുന്ന മലബാർ സ്കൂളിന്റെ വലിയ മുതലാളിയുടെ ഭാര്യയാണ് മത്സരിക്കുക. അതും അടുത്ത വാർഡിൽ. ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രവർത്തകർക്ക് വിട്ടു നിന്നിട്ടുള്ളത്. DCC അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമായിട്ടും പ്രദേശത്തെ കോൺഗ്രസ് ഓഫീസുകൾ അടഞ്ഞുകിടക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.